ഇറാൻ യുദ്ധത്തിന് കാരണമായ പ്രധാന കാര്യങ്ങളിൽ ഒന്ന് ഇറാന്റെ ആണവായുധ പദ്ധതിയാണ്. ആണവായുധം വികസിപ്പിക്കുന്നില്ല എന്ന് ഇറാനും ഉണ്ടെന്ന് അമേരിക്ക ഇസ്രായേൽ സഖ്യവും പറയുന്നു. ആണവ പദ്ധതി ഉപേക്ഷിക്കാൻ തയ്യാറാകാത്തതാണ് ഇറാനെ യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ അമേരിക്കയെ പ്രേരിപ്പിച്ചത്. യുദ്ധം തുടങ്ങിയപ്പോൾ ലക്ഷ്യങ്ങൾ മാറ്റിപ്പറഞ്ഞ് ആണവ പദ്ധതിയെ തന്നെ വിസ്മൃതിയിലാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും. ഇപ്പോൾ ഇറാൻ അവരുടെ ആണവായുധം കണ്ടെത്തിയിരിക്കുന്നു. ഇനി അമേരിക്ക അതുമായി പൊരുത്തപ്പെടണം. ഇറാന്റെ ആ ആണവായുധമാണ് ഹോർമുസ് കടലിടുക്ക്. കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താനുള്ള ഇറാന്റെ കഴിവ് പരിഗണിച്ചാൽ നാശമുണ്ടാക്കാത്ത ആണവായുധം പോലെ ഹോർമുസ് പ്രവർത്തിക്കുന്നു എന്ന് പറയാം. ഈ പ്രത്യേക വ്യത്യസ്തമായ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വെല്ലുവിളിയെ മറികടക്കാൻ അമേരിക്ക ഇനിയൊരു വഴി തേടുകയാണ്. ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ അനിശ്ചിതകാലത്തേക്ക് നീട്ടാനുള്ള അമേരിക്കയുടെ നീക്കം ലക്ഷ്യമിടുന്നത് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയാണെന്നാണ് റിപ്പോർട്ടുകൾ. വെടിനിർത്തൽ പ്രഖ്യാപിച്ചുവെങ്കിലും ഇറാന്റെ തുറമുഖങ്ങളിൽ ഉപരോധം തുടരുന്നത് എണ്ണ ഉൽപാദനത്തെ തകർക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ട്രംപിന്റെ ശ്രമങ്ങൾ പൂർണ്ണമായും ലക്ഷ്യം കണ്ടാൽ ഇറാന്റെ സമ്പദ് വ്യവസ്ഥ തകരും. അമേരിക്കയുടെ നാവിക ഉപരോധം ഇറാൻ തുറമുഖത്തേക്ക് പോകുന്നതും അവിടെ നിന്ന് എണ്ണയുമായി വരുന്നതുമായ കപ്പലുകൾക്കാണ്. ഗാർഗ് ദ്വീപിൽ നിന്നാണ് പ്രധാനമായും ചരക്ക് കയറ്റുന്നത്. ഇറാനിൽ എണ്ണ സൂക്ഷിക്കുന്നതിനായുള്ള സൗകര്യങ്ങൾ കുറവായതിനാൽ തന്നെ എണ്ണക്കിണറുകൾ വൈകാതെ അടച്ചിടേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നും അത് എണ്ണപ്പാടങ്ങളിലെ നിർമ്മാണത്തെ താറുമാറാക്കുമെന്നുമാണ് അമേരിക്ക കണക്കുകൂട്ടുന്നത്. എണ്ണക്കിണറുകൾ അടച്ചിടുന്നത് എളുപ്പമല്ല. കാലപ്പഴക്കമുള്ള എണ്ണപ്പാടങ്ങളാണ് ഇറാനിലുള്ളത് എന്നതുകൊണ്ട് തന്നെ ഉൽപാദനത്തിൽ തടസ്സമുണ്ടാകുന്നത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് വിദഗ്ധർ ഇതിനകം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സാങ്കേതികമായി പറഞ്ഞാൽ ഖനനം അല്ലെങ്കിൽ ഉൽപാദനം നിലയ്ക്കുമ്പോൾ റിസർവോയറിൽ മർദ്ദം കുറയുകയും വെള്ളം അകത്തേക്ക് പ്രവേശിച്ച് ഭൂമിക്കടിയിലെ പാറകളെ നശിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് എണ്ണ ഖനനം നിർത്തിവെക്കാനാകില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കണം. ഇതിനൊപ്പം ഉൽപാദനം നിർത്തിയാൽ പ്ലാന്റുകളിലെ കുഴലുകൾക്കുള്ളിൽ ചലനമില്ലാതാകും. ഒട്ടിപ്പിടിക്കൽ രീതിയിലുള്ള ഇറാന്റെ ക്രൂഡ് ഓയിൽ ആ കുഴലുകൾക്കുള്ളിൽ കട്ട പിടിച്ച് ബ്ലോക്കുകൾ സൃഷ്ടിക്കും. അതുകൊണ്ട് ഒരിക്കൽ നിർമ്മാണം നിർത്തിവെക്കുന്ന എണ്ണപ്പാടങ്ങൾ വീണ്ടും പ്രവർത്തനക്ഷമമാക്കുക എന്നത് വർഷങ്ങൾ വേണ്ടിവരുന്ന ചിലവേറിയ പ്രക്രിയയാകും. ഈ ചെലവുകൾക്ക് പുറമെ പുനരാരംഭിക്കുന്ന എണ്ണപ്പാടങ്ങളിൽ നിന്നും നിലവിലെ അളവിൽ എണ്ണ ലഭിക്കാൻ സാധ്യതയില്ല എന്നാണ് വിദഗ്ധർ അറിയിക്കുന്നത്. നിർമ്മാണം നിലച്ചാൽ 3 മുതൽ 5 ലക്ഷം ബാരൽ വരെ എണ്ണ നഷ്ടമായേക്കും. അതായത് പ്രതിവർഷം 75,000 കോടി മുതൽ 1.25 ലക്ഷം കോടി രൂപ വരെയാകും ഇറാന്റെ നഷ്ടം. നിർമ്മാണത്തിലെ പ്രതിസന്ധി മറ്റ് ആശ്രിത രാജ്യങ്ങളെയും പ്രതിസന്ധിയിലാക്കിയേക്കും. ഇത് കണക്കാക്കിയാണ് ഇറാന്റെ എണ്ണ കയറ്റുമതി തടഞ്ഞ് അവരെ സമ്മർദ്ദത്തിലാക്കാൻ ട്രംപും കൂട്ടരും ശ്രമിക്കുന്നത്. അത്തരത്തിൽ സൈനിക നീക്കത്തിനുപരിയായി തന്ത്രപരമായി അവരെ ദുർബലപ്പെടുത്താനാണ് അമേരിക്കയുടെ ശ്രമം. ഏപ്രിൽ 26 ഗാർഗിലെ എണ്ണ സംഭരണികൾ നിറയുമെന്നാണ് അമേരിക്കയുടെ കണക്കുകൂട്ടൽ. ഇതോടെ ഉൽപ്പാദിപ്പിച്ച എണ്ണ സംഭരിക്കാൻ ഇറാന് ഇടമില്ലാതെ വരും. ചൈന ഉൾപ്പെടെ മറ്റാർക്കും വിറ്റഴിക്കാനാവില്ല എന്നത് ദീർഘകാല പ്രത്യാഘാതവും ഉണ്ടാക്കും. ഇറാന് ആണവ പദ്ധതിക്ക് അനുമതി നൽകുന്നത് ഒരു ആയുധ മത്സരത്തിന് കാരണമാകുമെന്ന് അമേരിക്കയും ഇസ്രായേലും ദശാബ്ദങ്ങളായി വിശ്വസിക്കുന്നുണ്ട്. ലോകത്തിലെ എണ്ണയുടെയും വാതകത്തിന്റെയും 1/3 ഉൽപ്പാദിപ്പിക്കുന്ന വലിയ അളവിൽ വളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മേഖലയെ ആണവായുധ മത്സരം അസ്ഥിരപ്പെടുത്തുമെന്നാണ് വാദം. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപരമായ നിയന്ത്രണം നഷ്ടപ്പെടുന്നതും അപകട സാധ്യതയാണ്. ആണവ ശക്തിയുള്ള ഇറാൻ അയൽക്കാരായ അറബ് രാജ്യങ്ങളുമായുള്ള ഊർജ്ജ സമവാക്യങ്ങൾ മാറ്റിയെഴുതുമെന്ന് അവർ ഭയന്നു. ഈ വർഷവും കഴിഞ്ഞ വർഷവും ഇറാന്റെ ആണവ സൈനിക താവളങ്ങളിൽ വ്യോമാക്രമണങ്ങൾ നടത്തിയത് അവരുടെ മിസൈൽ ആയുധ ശേഖരം നശിപ്പിക്കാൻ മാത്രമായിരുന്നില്ല. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ ശേഷി നിലവിലെ 60% കവിയാതിരിക്കാനുള്ള ശ്രമവും കൂടിയായിരുന്നു. ആക്രമണങ്ങൾ താരതമ്യേന വിജയകരമായിരുന്നു. 2025 ജൂണിൽ ഇസ്ഫഹാൻ, നതാൻസ്, ഫോർഡോ എന്നിവിടങ്ങളിൽ US ബങ്കർ ബസ്റ്ററുകൾ വർഷിച്ചതിന് ശേഷവും കഴിഞ്ഞ മാസം മിസൈൽ ഡിപ്പോകളിൽ ബോംബുകൾ വർഷിച്ചതിന് ശേഷവും ആണവ മിസൈൽ ശേഷികൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി ഉപഗ്രഹ ചിത്രങ്ങൾ കാണിച്ചു. പക്ഷേ ഇറാൻ ഇതിനകം തന്നെ തന്ത്രപരമായ ആണവായുധം അവർ പുറത്തെടുത്തു. ഹോർമുസ് കടലിടുക്ക് ലോകത്തിലെ സമുദ്രമാർഗമുള്ള അസംസ്കൃത എണ്ണ വാതക വ്യാപാരത്തിന്റെ ഏകദേശം 20% കൈകാര്യം ചെയ്യുന്ന ചാനൽ ഒരു ആണവത്തിന് തുല്യമാണ് എന്ന് അമേരിക്ക മനസ്സിലാക്കി. കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇറാൻ അത് കാട്ടിക്കൊടുത്തു. ആണവായുധങ്ങൾ ശത്രുക്കളെ പേടിപ്പിക്കുന്നു. മരണം, പരിക്കുകൾ, ദീർഘകാല വികിരണ ഫലങ്ങൾ എന്നിവയാണ് ആളുകളെ ഭയചകിതരാക്കുന്നത്. ഏറ്റവും പ്രധാനമായി ആണവായുധം കൈവിട്ടു പോയാൽ റീവൈൻഡ് ഓപ്ഷൻ ഇല്ല എന്നതാണ്.
അവ നിർമ്മിക്കാനും പരിപാലിക്കാനും ചെലവ് കൂടുതലാണ്, കൈകാര്യം ചെയ്യൽ അപകടകരമാകും. ഇറാന്റെ കാര്യത്തിൽ ആണവ പദ്ധതിയാണ് ദേശീയ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന ഉപരോധങ്ങൾ വിളിച്ചു വരുത്തിയത്. എന്നാൽ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുമ്പോൾ അത് മരണത്തിനും നാശത്തിനും കാരണമാകുന്നില്ല. അനുമതിയില്ലാതെ കപ്പലുകൾ ഹോർമൂസ് കടക്കരുത് എന്ന് മുന്നറിയിപ്പ് നൽകുകയും ചിലത് വെടിവെക്കുകയും ചെയ്യുക മാത്രമാണ് അവർ ചെയ്തത്. ബാക്കിയുള്ളത് ഇൻഷുറൻസ് ദാതാക്കളും കപ്പൽ ഉടമകളും ചെയ്തു. പ്രീമിയങ്ങളും ചാർട്ടർ നിരക്കുകളും വർദ്ധിച്ചു. മണിക്കൂറുകൾക്കുള്ളിൽ കപ്പൽ ഗതാഗതത്തെ നിയന്ത്രണം ബാധിച്ചു. തുറമുഖ ടെർമിനലുകളിൽ സൂക്ഷിച്ചിരുന്ന ക്രൂഡ് ഓയിൽ കുമിഞ്ഞുകൂടി. വില ബാരലിന് $110 എന്ന റെഡ് ലൈൻ കടക്കാൻ നിർബന്ധിതരായി. പതിറ്റാണ്ടുകളിലെ ഏറ്റവും വലിയ എണ്ണ പ്രതിസന്ധിയാണ് ലോകം അഭിമുഖീകരിക്കുന്നത്. യുദ്ധത്തോടുള്ള സമീപനം പുനഃക്രമീകരിക്കണമെന്ന സന്ദേശം അമേരിക്കയ്ക്ക് ലഭിച്ചു. 60% സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ 440 കിലോഗ്രാം വീണ്ടെടുക്കൽ അമേരിക്കയുടെ ലക്ഷ്യമാണ്. 90% സമ്പുഷ്ടീകരണം നടന്നിട്ടില്ലെങ്കിലും 8 മുതൽ 12 വരെ ബോംബുകൾ നിർമ്മിക്കാൻ പര്യാപ്തമാണ് അവ. പക്ഷേ അപ്പോഴും ഇറാന് തന്ത്രപരമായ നേട്ടം നൽകുന്നത് ഹോർമൂസിന്റെ നിയന്ത്രണമാണ്. ആ കുറവ് പരിഹരിക്കണമെങ്കിൽ ഇറാന്റെ യുറേനിയം പിടിച്ചെടുക്കുകയോ സമ്പുഷ്ടീകരണ സൗകര്യങ്ങൾ നശിപ്പിക്കുകയോ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യേണ്ടതുണ്ട്. കാരണം ഇവ രണ്ടും ഹ്രസ്വകാല നടപടികളാണ്. ഹോർമൂസിന്റെ നിയന്ത്രണം ലഭിച്ചാൽ മാത്രമേ അമേരിക്കയ്ക്ക് ഇറാനെ വരച്ച വരയിൽ നിർത്താൻ കഴിയൂ. ഗാർഗിൽ നിന്നുള്ള എണ്ണ വിതരണം തടസ്സപ്പെടുത്താനായി ഹോർമൂസ് കടലിടുക്കിന് പുറത്ത് നാവിക ഉപരോധം ഏർപ്പെടുത്തിയത് ആ ലക്ഷ്യത്തിലേക്കുള്ള ശരിയായ നീക്കമാണ്. പക്ഷേ കടലിടുക്കിൽ കൂടി ഏത് കപ്പൽ വരണമെന്നും ഏത് കപ്പൽ ഹോർമൂസ് കടന്ന് പോകണമെന്നും ഇറാൻ തീരുമാനിക്കും. ഏത് ഗൾഫ് രാജ്യത്തിന്റെ എണ്ണയുമായി ഏത് കപ്പൽ പോകണമെന്ന തീരുമാനവും ഇറാന്റേതാണ്. ഇറാന്റെ ആ ശക്തി ക്ഷയിച്ചാലേ ഇനി യുദ്ധം ജയിക്കാനാകൂ. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് ഏർപ്പെടുത്തിയ നാവിക ഉപരോധം തുടരുന്നതിലൂടെ ഗാർഗ് ദ്വീപിലെ എണ്ണ ഉൽപാദനം നിർത്തലാക്കാൻ ഇറാനെ നിർബന്ധിക്കുകയാണ് ട്രംപ്. ഇത് അവരുടെ പ്രധാന വരുമാന സ്രോതസ്സിനെ നേരിട്ട് ബാധിക്കുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം നാശനഷ്ടം ശാശ്വതമായിരിക്കും. ഒരു മാസത്തെ ബോംബിങ്ങും ഭീഷണികളും ഇറാനെ പിന്തിരിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ട്രംപും സംഘവും രഹസ്യമായെങ്കിലും സമ്മതിക്കും. ധാരാളം ബോംബുകൾ പൊട്ടാൻ തുടങ്ങും എന്ന് ശക്തമായി പറഞ്ഞിട്ടും ട്രംപ് വെടിനിർത്തൽ നീട്ടി. പക്ഷേ ഉപരോധം നീക്കാത്തത് ഗാർഗിനെ ഉദ്ദേശിച്ചാണ്. ഹോർമൂസ് സ്വന്തമാക്കാൻ US ശ്രമിക്കുകയാണ് എങ്കിൽ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇറാൻ കടലിൽ പാകിയ മൈനുകൾ മാറ്റണം. ഇറാന്റെ ഭീഷണി മറികടന്ന് കപ്പലുകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സാഹചര്യം ഒരുക്കണം. ഭയരഹിത സഞ്ചാരം സാധ്യമാണ് എന്ന് കപ്പൽ ഉടമകൾക്കും ഇൻഷുറൻസ് കമ്പനികൾക്കും വിശ്വാസം വരണം. പക്ഷേ ഹോർമൂസ് വിഷയത്തിൽ തലയിടുന്നത് അത്ര യുക്തിസഹമല്ല. അത് ആവർത്തിച്ചുള്ള ഒരു പ്രശ്നമായി മാറുമെന്നും നിരീക്ഷണത്തിനും പ്രതിരോധത്തിനുമായി വാഷിംഗ്ടണിന് ഗണ്യമായ നാവിക വ്യോമ ആസ്തികൾ നിക്ഷേപിക്കേണ്ടി വരുമെന്നും അമേരിക്കയ്ക്കറിയാം. അതിനാൽ ഹോർമൂസിലെ നടപടി ദീർഘകാല നയതന്ത്ര, സൈനിക, നിയമ, സാമ്പത്തിക നിലപാടായി മാറാൻ സാധ്യതയുണ്ട്. അതായത് ഒന്നിലധികം വിമാനവാഹിനി കപ്പലുകളുടെ നിലവിലെ വിന്യാസം സ്ഥിരമാക്കേണ്ടി വരും. ചെറിയ ആക്രമണ കപ്പലുകൾ, കപ്പൽ വേധ മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ച് ഹോർമൂസ് ഭാഗികമായോ പൂർണ്ണമായോ അടച്ചുപൂട്ടാനുള്ള ഇറാന്റെ കഴിവിനെ കുറച്ചു കാണാനാവില്ല. US ഒരു ദീർഘകാല യുദ്ധത്തിന് തയ്യാറെടുക്കേണ്ടി വരും. ഒടുവിൽ ഹോർമൂസിനെ ചൊല്ലി ഒരു നീണ്ട സൈനിക സംഘർഷമുണ്ടായാൽ ആഗോള എണ്ണവിലയിൽ ദീർഘകാല ആഘാതം ട്രംപ് നികത്തേണ്ടി വരും. അത് ഒഴിവാക്കാനായി എണ്ണ മാറ്റുന്നതിന് പുതിയ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കേണ്ടി വരും. ഇത് നിർമ്മിക്കാനും പരിപാലിക്കാനും പ്രതിരോധിക്കാനും വർഷങ്ങളോളം കോടിക്കണക്കിന് ഡോളറുകളും വേണം. അതോടൊപ്പം ഇന്ത്യ, ചൈന, മറ്റ് മുൻനിര സമ്പദ് വ്യവസ്ഥകൾ എന്നിവയുമായി ചേർന്ന് ബദൽ ഊർജ സ്രോതസ്സുകൾക്കായി പ്രവർത്തിക്കേണ്ടിയും വരും. ഇതിനർത്ഥം ഒരു രക്ഷാധികാരി സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ഹോർമൂസ് എന്ന ആണവ ബോംബിനെ നേരിടാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്നിലധികം സൈനിക ഇടപെടലുകൾ വേണ്ടിവരും. ഊർജ പ്രതിസന്ധി തുടർക്കഥയാകുന്ന പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യത്തിന് അമേരിക്ക തയ്യാറെടുക്കേണ്ടതായും വരും.